ചോദ്യമുള്ളത്. ഇപ്പൊ സജഷൻ കൊടുത്തിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ തോന്നിപ്പിക്കുകയൊക്കെ ചെയ്യും. ട്രിക്സിന്റെ ഭാഗമായിട്ട്. അതെ. പക്ഷേ ഒരു ഭാഷ വ്യത്യാസമുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ ചൈനീസ് ലാംഗ്വേജ് ആണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അയാൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സജഷൻസ് ഒക്കെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് വഴിയാണോ കൊടുക്കുന്നത്? അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും? ഇപ്പോൾ ഒരു വേർഡ് വിചാരിക്കുകയാണ്. ആ വേർഡ് അയാൾ വിചാരിക്കുന്നത് ആദിക്ക് വിചാരിക്കണമെങ്കിൽ ആദിക്ക് ചൈനീസ് അറിയണമല്ലോ. അതെ. അപ്പം ഇംഗ്ലീഷ് അല്ലാതെ ഒരു ലാംഗ്വേജ് ആണ് അവിടെ പറഞ്ഞെങ്കിൽ ആദ്യം പെടൂലേ? നല്ല ഉഗ്രം ചോദ്യം കേട്ടോ. ബ്രില്യൻ ചോദ്യമാണ്. എനിക്ക് എന്തുകൊണ്ട് അവരെ കൊണ്ട് വേർഡ് വിചാരിപ്പിക്കുന്നത്? ഇത് ആരെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞ് പറയിക്കില്ലല്ലോ. അപ്പൊ എനിക്കൊരു ചിത്രം വരപ്പിക്കാലോ. ചിത്രത്തിന്റെ ലാംഗ്വേജ് സെയിം അല്ലേ? ഇന്നതാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. അവിടെ ഒരു കോമ്പറ്റീഷൻ ഇല്ല. അവിടെ ഒരു ഐ വിൻ, നിങ്ങളെ ഐ വിൽ ക്യാച്ച് എന്നുള്ള സാധനം ഇല്ല. അപ്പൊ എനിക്ക് അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആ മലേഷ്യയിലത്തെ ഒരു ഷോന്റെ ഒരു റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അന്ന് പിന്നെ ഇന്റർനാഷണൽ ഷോ ആണ്. കസാക്കിസ്ഥാനിൽ മറ്റൊരു ലേഡി വന്നു. അവർക്ക് ഈ പറഞ്ഞ ഒരു ഭാഷ അറിയില്ല. ഒരു പെട്ടെന്ന് നെർവസ് ആയെങ്കിൽ ഭയങ്കര രസമായിട്ട് അത് എൻഡ് ചെയ്ത് ഒരു 15 മിനിറ്റ് അത് കൊണ്ടുപോയി കുറേ തമാശ. അതായത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന തമാശ ഒന്ന്, അവസാനം അവരും എൻജോയ് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ ഭാഷ ഒന്നും മനസ്സിലാവുന്നില്ല, അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. പക്ഷെ ഷി വാണ്ടഡ് ടു കം. ഞാനാ ചെയ്യാൻ വിചാരിച്ച എഫക്റ്റ് അല്ല അവിടെ ചെയ്തത്. പക്ഷെ ആ വീണ് കിട്ടിയ സംഭവം നമ്മൾ മനോഹരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റി.